നമ്മൾ എന്തുവാണ് അങ്ങോട്ട് പറയുന്നതെന്ന് പോലും കേൾക്കാതെ എല്ലാം ഇങ്ങോട്ട് പറന്ന് പറഞ്ഞ് റേഡിയോ പോലെ സംസാരിക്കുന്ന റഫീഖ് സലഫി എന്ന പുരോഹിതൻ ചോദിക്കുകയാണ്, ആരാണ് സ്വർഗത്തിൽ ആരാണ് നരകത്തിലെന്ന് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കാൻ. നിങ്ങൾ കേട്ടു നോക്കൂ. ആരാണ് സ്വർഗത്തിന്റെ വഴിയിൽ ആരാണ് നരകത്തിന്റെ വഴിയിൽ തീരുമാനാകേണ്ടതില്ലേ? അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള കഥയാണിത്, എന്നിട്ടല്ലേ ബാക്കിയുള്ള വിഷയം. ഈ ഉമ്മാമ്മമാര് മീൻ ഉണക്കാനിടുമ്പോ കാക്ക വരുമോ എന്ന് നോക്കിയിരിക്കാറില്ലേ? അതുപോലെ നോക്കിയിരിക്കുന്ന ഒരു മനുഷ്യനാണ് റഫീഖ് സലഫി എന്ന പുരോഹിതൻ. ഇവരൊക്കെയാണോ നമ്മളെ സ്വർഗത്തിലേക്ക് നരകത്തിലേക്കും വിടുന്നത്? നാം എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മളെ മുശ്രിക്കാക്കി, നമ്മളെ കാഫിറാക്കി കിട്ടുന്ന സദസ്സിൽ ചിത്രീകരിക്കുന്ന ഇവര് എന്ത് വിഷയമാണ് ഇവിടെ സംസാരിച്ചു തുടങ്ങുന്നത്? 1400 വർഷം മുമ്പ് പെപ്സി വിലക്കി എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട് ഖുർആനിൽ പെപ്സി പാടില്ലെന്ന്. നിങ്ങൾ കണ്ടോ? 1400 കൊല്ലം മുമ്പ് പെപ്സി കുടിക്കരുതെന്ന് ഖുർആനിൽ വിലക്കിയിട്ടുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹം കണ്ടിട്ടുണ്ടെന്നും പറയുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ആ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ കേൾക്കുന്നവരുടെ അവസ്ഥ അത് കേട്ടോണ്ടിരിക്കുന്നല്ലോ. ഇദ്ദേഹം പറഞ്ഞ ഈ പച്ചക്കള്ളത്തിനെതിരെ രംഗത്തേക്ക് വരുന്നതാരാ? ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള അനസ് മൗലവി രംഗത്തേക്ക് വരികയാ. നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അല്ലാഹു വിലക്കി ഖുർആനിൽ വിലക്കിയ പെപ്സിയോ അങ്ങനെ ആയത്ത് ഖുർആനിലോ? എങ്കിൽ ഹറമിൽ അത് വിൽക്കാൻ പാടുണ്ടോ? പരിശുദ്ധമായ ഹറമുകളിൽ പെപ്സി വിൽക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ആയത്ത് ഉണ്ട് എങ്കിൽ മുസ്ലിമിന് അത് കച്ചവടം ചെയ്യാൻ പറ്റുമോ? ആ കച്ചവടം ചെയ്യുന്നത് അനുവദനീയമാണോ ഹറാമാണോ? അള്ളാന്റെ ആയത്തോതി തോന്നിയ ആ അർത്ഥം പറയുക, ഖുർആൻ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുക. ഇവരുടെ കൂട്ടത്തിലുള്ളവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയാവതരണത്തിൽ പോലും ഒരു ഒത്തൊരുമയില്ല. അങ്ങനെ ഈ ബാലുശ്ശേരിയുടെ ശബ്ദം ശ്രവിച്ചിരിക്കുന്ന ഈ സാധുക്കളായ ആളുകൾ വേറെ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു സദസ്സ് നടക്കുന്നു. അവിടെ പ്രസംഗിക്കാൻ വരുന്ന അനസ് മൗലവിയാണ്. അനസ് മൗലവിയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന മുജാഹിദുകാർ മനസ്സിലാക്കുന്ന ഇതെന്തൊരു കഷ്ടമാണ്. അവിടെ നമ്മൾ ഇങ്ങനെയാണല്ലോ ബാലുശ്ശേരി പറഞ്ഞത് കേട്ടത്, ഇവിടെ എന്താണ് ഇങ്ങനെ പറയുന്നത്, ഇവിടെ ആർക്കാണ് തെറ്റിയത്? അങ്ങനെ ഇവർ തമ്മിൽ കൺഫ്യൂഷൻ ആണെന്നേ. അതായത് ഇവർക്ക് തന്നെ ഒരു ഒത്തൊരുമയും സഹകരണവും, ഇവർക്ക് തന്നെ ഒരു വിഷയത്തിൽ യോജിപ്പ് അങ്ങോട്ട് ഉണ്ടാവുന്നില്ല. അങ്ങനെയുള്ള വല്ലാത്ത പ്രശ്നത്തിൽ ഇവർ നിലകൊള്ളുമ്പോഴാണ് സുന്നികളാകുന്ന എന്നെയും നിങ്ങളെയും ഒക്കെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ പോകുന്നത്. എന്തൊരവസ്ഥയാണല്ലേ! നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾക്കൊക്കെ അല്ലാഹു തആല യഥാർത്ഥമായി ഈമാൻ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.